രാവിലെ വണ്ടി കഴുകാമെന്ന് വിചാരിച്ച് പൈപ്പിൽ നിന്ന് വെള്ളം തുറന്ന് നോക്കിയപ്പോൾ ഫോഴ്സ് ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കി യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഒരു ഐഡിയ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ആവശ്യമായ ഐറ്റംസ് 4 എൽബോ 3/4 ഇഞ്ചിൻ്റെ 2 ടീ. അടുത്ത് വേണ്ട ഈ സാധനം കണക്ടറാണ്, ടാപ്പ് കണക്ടറാണ്. ഇത് എനിക്ക് പേര് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഇത് ചോദിച്ച് വാങ്ങിയതാണ് ഞാൻ പ്ലംബിംഗ് കടയിൽ പോയിട്ട്. ഇത് ഓസ് കണക്ടർ 2 എണ്ണം. മുക്കാൽ ഇഞ്ചിൻ്റെ ക്ലിപ്പ് ഒരു 4 എണ്ണം. ഇത് സോൾവെൻ്റാണ്. ടഫ്ലോൺ ടേപ്പ്, PVC പൈപ്പ് ഒരു 8 എണ്ണം ഒരേ അളവിന് മുറിച്ചെടുത്തതാണ്. ഇതൊരു 12 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇതൊരു 10 സെൻറ്റിമീറ്ററിന് 2 എണ്ണം മുറിച്ചെടുത്തതാണ്. പിന്നെ ഇതുപോലത്തെ 2 ബോട്ടിൽ. ഇനി ആ സാധനം ഉണ്ടാക്കുന്ന വിധം നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കിക്കോ.
ഇതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഇതിൻ്റെ ഇന്നും ഔട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓസിന് 1 മീറ്റർ നീളത്തിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഉദ്ദേശം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിനെ മെയിൻ ടാപ്പിൽ നിന്ന് ഇതിൻ്റെ ഇൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ചരിഞ്ഞിരിക്കുന്ന വശത്തിലാണ് ഈ 1 മീറ്റർ കട്ട് ചെയ്ത ഓസ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ കണക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മുഴുവൻ ഓസ് മറ്റേ മറുവശത്ത് നമ്മൾ ഈ കാണുന്ന രീതിയിൽ കണക്ട് ചെയ്യുക. ഇത് ഔട്ടാണ്. അപ്പോൾ ഈ കാണുന്ന ഓസ് ക്ലിപ്പ് നമ്മൾ ടാപ്പിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് ഇടുക. ഇത് 4-5 മോഡിൽ വെള്ളം വരുന്ന രീതിയിലുള്ള ഒരു നോബാണ്. ഇത് ഓൺലൈനിൽ വരുത്തിയതാണ്. അപ്പോൾ നമുക്കിനി പൈപ്പിൻ ചുവട്ടിലേക്ക് പോകാം. അപ്പോൾ 1 മീറ്റർ കട്ട് ചെയ്ത ഓസ് നമ്മൾ മെയിൻ ടാപ്പിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഈ വെള്ളം നിറയുന്നതാണ്. അപ്പോൾ ഇതിലെ പ്രഷർ ഇവിടെ ടൈറ്റ് ആവും. നമ്മൾ ഇവിടെ മാക്സിമം എയർ ടൈറ്റ് ആയിട്ട്, അതായത് വെള്ളം ലീക്കാകാത്ത രീതിയിൽ വേണം ഇവിടെ. ഇതിനാണ് ഇതിൻ്റെ പ്രധാന കിട്ടണുണ്ടാകുന്നത്. ഉണ്ടാക്കാം.